ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അറിയുണ്ടാവും, ഇന്ന് തൃക്കാർത്തിക ദിവസമാണ്. അമ്പലത്തിൽ നിറദീപക്കാഴ്ച ഒരുക്കിയിട്ടുണ്ട് ഇന്ന്. നല്ല രസമല്ലേ? അമ്പലത്തിൽ മുഴുവൻ ദീപാലങ്കൃതമായിട്ട് നല്ല മനോഹരമായൊരു സന്ധ്യ. നമുക്കൊന്ന് അതുവരെ പോയി നോക്കിയാലോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജ മേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസമാണ് തൃക്കാർത്തിക അഥവാ കാർത്തിക പൗർണമി എന്ന് പറയുന്നത്. ആദിപരാശക്തിയായ ശ്രീപാർവതിയുടെയും മുരുകൻ്റെയും വിശേഷ ദിവസമായിട്ടാണ് നമ്മൾ തൃക്കാർത്തിക കണക്കാക്കുന്നത്. ഭഗവാൻ സുബ്രഹ്മണ്യൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ച ദിവസമായിട്ടും അതുപോലെ തന്നെ ത്രിപുരരെ വധിച്ചു വരുന്ന പരമശിവനെ പാർവതി ദീപം കൊളുത്തി സ്വീകരിച്ച ദിവസമായിട്ടും പുരാണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൃക്കാർത്തികയുടെ മറ്റൊരു ഐതിഹ്യമാണ് ദേവിയുടെ ജന്മനാളാണ് എന്നുള്ളത്. പാർവതീദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമായും തൃക്കാർത്തികയെ പറയുന്നുണ്ട്. അതൊരു ദേവസാന്നിധ്യമാണ്. തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും കൂടി ഒരു പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. മലയാളികളൊക്കെ തൃക്കാർത്തിക ദിവസം വീടും പറമ്പൊക്കെ വൃത്തിയാക്കി ദീപങ്ങളൊക്കെ തെളിയിച്ച് നാടെങ്ങും ഒരു പ്രകാശപൂരിതമാക്കും. അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിട്ട്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു ഉണർവായിട്ട് ഒക്കെ തൃക്കാർത്തികയെ ആളുകൾ കാണുന്നുണ്ട്. ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളും ഓരോ പ്രതീകങ്ങളാണ്. നന്മയുടെ, സ്നേഹത്തിൻ്റെ, പ്രകാശത്തിൻ്റെ എല്ലാം പ്രതീകങ്ങൾ. അങ്ങനെ കാർത്തിക ദീപമൊക്കെ തെളിയിച്ച് അതിങ്ങനെ അണഞ്ഞു തുടങ്ങിയ സമയത്ത് ഭംഗിയായൊരു ദേവീസ്തുതി കൂടിയൊക്കെ ആലപിച്ചിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞുപോയി. പിന്നെ ഏത് പരിപാടി ആകുമ്പോഴും അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സെൽഫിയൊക്കെ എടുക്കണമല്ലോ. അപ്പോഴാണല്ലോ നമുക്ക് വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല പ്രസാദം, നല്ല സ്വാദോടെയുള്ള പ്രസാദവും കഴിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജ